ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. നവരാത്രി ദിനത്തിൽ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് നാം ഓരോ ദിവസവും ആരാധിക്കുന്നത്. നവദുർഗാ ഭാവങ്ങളിൽ 7ാമത്തെ ഭാവമാണ് കാളരാത്രി. നവരാത്രിയിൽ 7ാം ദിവസമായ സപ്തമിക്ക് ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. കാളരാത്രി എന്നതിന് ഇരുണ്ട രാത്രി എന്ന് അർത്ഥം പറയാം. കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളതിനാൽ കാളരാത്രിയായി എന്നും, ദുഷ്ടന്മാർക്ക് കാലനായി മരണം സമ്മാനിക്കുന്നതിനാൽ കാളരാത്രിയായി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ബീഭത്സഭാവമാണ് കാളരാത്രി. ഇരുളിൻ്റെ നിറത്തോടുകൂടിയ ശക്തി സ്വരൂപമാണ് കാളരാത്രി. 4 കൈകളോട് കൂടിയതാണ് ധ്യാനരൂപം. ദേവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നതാണ്. ശുഭകാരി എന്നും കാളരാത്രി ദേവി അറിയപ്പെടുന്നു. കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും ദേവി അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതിനാലാണിത്. നവരാത്രിയിൽ 7ാം നാൾ സപ്തമിക്ക് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ദേവി ഭക്തർക്ക് നിർഭയത്വവും ക്ഷമയും നൽകും. സർവ്വ ഐശ്വര്യങ്ങൾക്കുമൊപ്പം നവഗ്രഹ ദോഷങ്ങളും ശമിപ്പിക്കും. കഴുതയാണ് ദേവിയുടെ വാഹനം. ദുഷ്ടനിഗ്രഹത്തിനിറങ്ങുന്ന ദേവിയാണ് കാളരാത്രി. കാളിമയോടുകൂടിയ ശക്തിസ്വരൂപം. കഴുതപ്പുറത്തേറി ജടയഴിച്ചിട്ട് കയ്യിൽ വാളേന്തി അഗ്നിജ്വാല വമിക്കുന്ന ശ്വാസോച്ഛ്വാസത്തോടെ ദേവി എത്തുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു വിറയ്ക്കും. കാളരാത്രി രൂപത്തിലാണ് ദേവി രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിച്ചത്. താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 1000 രക്തബീജന്മാർ പിറവിയെടുക്കുമെന്നതിനാൽ താഴെ വീഴാതെ ഓരോ തുള്ളിയും ദേവി പാനം ചെയ്തുവെന്നാണ് കഥ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് സർവാഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്നതിനാൽ കാളരാത്രി ശുഭകാരിയെന്നും അറിയപ്പെടുന്നു. ഇന്ന് ദേവിയെ പ്രാർത്ഥിച്ചാൽ ധൈര്യവും ക്ഷമയും ശക്തിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നിവേദ്യം നിലക്കടല ചുണ്ടലും ചെറുപയർ വിളയിച്ചതുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നിലക്കടൽ ചുണ്ടൽ തയ്യാറാക്കാം. രുചിയിൽ മാത്രമല്ല പോഷക ഗുണം കൊണ്ടും ജനപ്രിയമായ ഭക്ഷണമാണ് നിലക്കടല. അവയിൽ പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ആരോഗ്യകരമായ വിവിധ പോഷകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. നിലക്കടല കഴിക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലക്കടല കുറഞ്ഞ ഗ്ലൈസിമിക് ഭക്ഷണമാണ്. അതിനർത്ഥം അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകില്ല എന്നാണ്. ഇത് സ്ത്രീകളിൽ ടൈപ്പ് 2 പ്രമേഹ സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നാരുകളുടെ മികച്ച ഉറവിടമാണ് ഇവ. ഇതിന് 250 ഗ്രാം, അതായത് 1/4 കിലോ പച്ച നിലക്കടല കഴുകി വെള്ളമൊഴിച്ച് 8 മണിക്കൂർ കുതിർക്കാനിടുക. കുതിർത്ത കടലയിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1 സ്പൂൺ കല്ലുപ്പും ചേർത്ത് അടച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം കുക്കർ 15 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. തണുത്തതിനു ശേഷം കുക്കർ തുറക്കുക. 5 വിസിൽ വരെ വന്നാലും നിലക്കടല വെന്ത് കുഴഞ്ഞു പോവില്ല. ഇനി കടലയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കുക. ഇനി നിലക്കടല ചുണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഗ്യാസ് സിമ്മിൽ വെച്ച് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം വേവിച്ച് വെച്ച നിലക്കടല ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വാങ്ങി വയ്ക്കാം. ഉപ്പ് നോക്കി പോരാ എന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഹെൽത്തി കടല ചുണ്ടൽ റെഡി. നമ്മൾ പ്രസാദമായി ചുണ്ടൽ ഉണ്ടാക്കുമ്പോൾ സവാള, വെളുത്തുള്ളി എന്നിവയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ വിളയിച്ചതാണ്. ചെറുപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ കുതിർക്കുകയാണെങ്കിൽ 4 മണിക്കൂർ കുതിർത്താൽ മതി. കുതിർത്ത ചെറുപയർ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1 നുള്ള് ഉപ്പും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കുക്കറിലെ പ്രഷർ അടങ്ങിയാൽ തുറന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ് ചെറുപയർ വയ്ക്കുക. ഇനി ഇത് വിളയിച്ചെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. 1 കപ്പ് ചെറുപയറിന് 1/4 കപ്പ് ശർക്കരയാണ് വേണ്ടത്. 1/4 കപ്പ് ശർക്കരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ശർക്കര പാനിയാക്കുക.
പൊടിച്ച ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അച്ചുവെല്ലമോ പാവുവെല്ലമോ എടുക്കാം. ശർക്കര അലിഞ്ഞാൽ അരിച്ച് ഒരു പാനിലേക്ക് മാറ്റുക. ശർക്കരയിൽ കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അരിക്കുന്നതിലൂടെ അത് നീക്കം ചെയ്യാൻ പറ്റും. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കുക. ഇനി പാവ് പതഞ്ഞ് ലേശം കട്ടിയായി വരുന്നത് വരെ തിളപ്പിക്കുക. പാവിൽ നിന്നും ലേശം എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കിയാൽ ഒരു കമ്പി പോലെ വരുന്നുണ്ടെങ്കിൽ അതാണ് പദം. ഒരു നൂൽ കമ്പി പദം അഥവാ 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി. പാവ് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയാൽ 1 കപ്പ് തേങ്ങ ചേർക്കുക. ഇനി നമ്മൾക്ക് വേവിച്ച പയർ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നട്ട്സ് നെയ്യിൽ വറുത്തത് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിഭവമായ ചെറുപയർ വിളയിച്ചതും റെഡി. ഇത് പോഷക ഗുണങ്ങളുള്ള ഒരു വിഭവമാണ്. നമ്മൾ ഉണ്ടാക്കിയ 2 വിഭവങ്ങളും ഭക്തിയോടെ നിറഞ്ഞ മനസ്സോടെ ദേവിക്ക് സമർപ്പിക്കുന്നു. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നുണ്ടാക്കിയ പ്രസാദങ്ങൾ രണ്ടും ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി വിഭവങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.